ഹായ്, നമുക്ക് ലെഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ തുടങ്ങാം. ഒരു സെറ്റ്, ആദ്യ സെറ്റ് വാമപ്പ് സെറ്റ്, 3 നമുക്ക് വർക്കിംഗ് സെറ്റ്. ഒരു 60 kg തുടങ്ങി ഒരു 120 kg നടക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ബാറിലോട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 6 നമ്പർ നോക്കാം. ഞാൻ സാധാരണ ഒരു 5-6 വർക്കൗട്ടാണ് സാധാരണ ചെയ്യണത് ലെഗിന് വേണ്ടിയിട്ട്. എപ്പോഴും തുടങ്ങുമ്പോഴും കോമ്പൗണ്ടുമായിട്ട് സ്ക്വാട്ടിൽ തന്നെ തുടങ്ങുള്ളൂ. സ്ക്വാട്ടിൽ അത്യാവശ്യം ഹെവി ആയിട്ട് പോകാൻ നോക്കും, എൻ്റെ മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടി നോക്കും. സ്ക്വാട്ട് ഒരു 3 സെറ്റ്, ഒരു സെറ്റ് വാം അടിച്ചിട്ട് 3 സെറ്റ് വർക്കിംഗ് സെറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ലെഗ് പ്രസ് പൊതുവേ ചെയ്യാറില്ല, ഹാക്ക് സ്ക്വാട്ടാണ് ചെയ്യണം. ഹാക്ക് സ്ക്വാട്ട് ചെയ്യും, പിന്നെ എക്സ്റ്റൻഷൻ ചെയ്യും, കേള്, അതായത് ലെഗ് കേള്, പിന്നെ സുമോ സ്ക്വാട്ട്, ലഞ്ചസ് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ലഞ്ചസ് അത് ഒരു ദിവസം സ്റ്റാൻഡിങ് ആണെങ്കിൽ അടുത്ത ലെഗിന് വാക്കിംഗ് ആയിരിക്കും. പിന്നെ ഉള്ളത് കാഫിനുള്ള സീറ്റഡ് കാഫ് റേസസ്, അത് തന്നെയാണ് ചെയ്യണത്. അല്ലാതെ വേറെ വലിയ വർക്കൗട്ടൊന്നുമില്ല, ഒരു 5-6 വർക്കൗട്ട് തന്നെയാണ് ചെയ്യണത്. നീറ്റായിട്ട് ഒരു 8 to 12 റെപ്പ് നല്ല ക്ലീൻ ആയിട്ട് അതിനുള്ള വെയിറ്റ് ഇടണം. നമുക്ക് മാക്സിമം ഒരു 8 to 10 റെപ്പ് അടിക്കാൻ കണക്കിനുള്ളൊരു വെയിറ്റ് ഇട്ട് നമ്മൾ ചെയ്യാവും. അത് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ലെഗ് നല്ല ലോഡാവും, നമുക്കൊരു സ്ട്രെയിൻ മാക്സിമം മസിലിൽ കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വെയിറ്റ് വാരിപ്പറക്കിയിട്ട് അടിക്കണതിൽ ഒരു കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഡയറ്റ് എടുക്കാണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. കാരണം ഡയറ്റ് എടുക്കാതെ ഒന്നും വരത്തില്ല, അതാണ് സത്യം. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്ത് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്ത് ന്യൂട്രീഷനൊക്കെ പക്കായിരുന്നാലേ മസിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് വേണ്ട വെയിറ്റ്, അതായത് വാരിപ്പറക്കിയിട്ട് വെയിറ്റ് ഇങ്ങനെ ആടിയൊക്കെ സ്പോട്ട് അടിച്ചിട്ടൊന്നും നടുവുള്ളൊക്കെ ഉള്ളൂ, നമുക്ക് ഇഞ്ചുറിയിലോട്ട് ലീഡ് ചെയ്യത്തേ ഉള്ളൂ. നമുക്ക് വേണ്ട വെയിറ്റ് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ റിസൾട്ട് വരും. അതായത് ഇങ്ങനെ വാരിപ്പറക്കിയിട്ട് അടിച്ചിട്ട് റിസൾട്ട് വരാതിരിക്കുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞ വെയിറ്റ് വേണ്ട രീതിയിൽ കറക്റ്റ് റെപ്പിന് അടിച്ചു കഴിഞ്ഞാൽ താനേ പതുക്കെ റിസൾട്ട് വരും. അടുത്തത് സ്റ്റാൻഡിങ് ലഞ്ചസ്, അതൊരു 3 സെറ്റ്. വെയിറ്റ് ഒരുപാട് ഹെവി ആക്കുന്നില്ല, വെയിറ്റ് കുറച്ചിട്ട് ഒരു 8 to 10 റെപ്പ് നീറ്റായിട്ട്, 8 to 10 റെപ്പ് നീറ്റായിട്ട് ചെയ്യണം.
അപ്പോൾ നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് കണ്ടന്റിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.